കുട്ടികളെ അടുത്ത് നമ്മൾ നോക്കുന്നത് വൈജ്ഞാനിക സാഹിത്യമാണ്. അതായത് സാഹിത്യത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോറി നോക്കി, അതേപോലെ തന്നെ കവിതയും നോക്കി. ഇതിൻ്റെയും എന്താണ് ഒരു ഉള്ളടക്കം മാത്രം പറയുന്ന രീതിയിലാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അയൽപ്പക്കം എന്ന ഉപനിഷത്ത് എഴുതിയിരിക്കുന്ന ആരാണ്? സുകുമാർ അഴീക്കോട് എഴുതിയിരിക്കുന്നത്. എന്തിനെക്കുറിച്ച് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത് അയൽപ്പക്കത്തെക്കുറിച്ച്. സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും പുരോഗതിക്കും അയൽപ്പക്കം എന്നത് ബന്ധം വളരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെന്നും ഉപനിഷത്ത് എന്നാൽ വേദാന്ത സാരമാണ് എന്നും അയൽപ്പക്കത്തെ ഉപനിഷത്ത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അയൽപ്പക്കത്തിനും അയൽപ്പക്ക ബന്ധത്തിനും എത്രമാത്രം പ്രാധാന്യമാണ് ലേഖകൻ നൽകിയിട്ടുള്ളത് എന്നെല്ലാം നമുക്ക് ഈ ഒരു കഥയിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ജാതിക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് അതീതമായിട്ട് പോട്ടെ വേഷവിധാനങ്ങൾക്ക് അതീതമായിട്ട് അയൽപ്പക്ക ബന്ധം ഉണ്ടായിരുന്ന കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാണ് ലേഖകൻ നമ്മളോട് പങ്കുവെക്കുന്നത്. ഒരു ദൈവം മനുഷ്യൻ എന്ന സമൂഹത്തെ പറഞ്ഞു ബോധിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുന്നു എന്നും ലേഖകന്റെ അഭിപ്രായത്തിൽ അയൽക്കാരെ സ്നേഹിക്കുക എന്ന ഉപദേശം കുട്ടികൾക്കെന്നതിനേറെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് നൽകേണ്ടത് അത്യാവശ്യമാണെന്നും നമ്മുടെ ഇപ്പോൾ നടക്കുന്ന കാലങ്ങളിലെ യുദ്ധങ്ങളെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ ടോൾസ്റ്റോയുടെ അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ കഥയിൽ മച്ചേഡോ എബൌട്ട് നത്തിങ് എന്ന് പറയുന്ന ആ ഒരു ഷേക്സ്പിയറിൻ്റെ നാടകത്തിൽ പറയുന്ന സാമൂഹ്യ ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന കാര്യങ്ങളും പിന്നെ ഹപ്തയുടെ നിഘണ്ടുവിൽ ഉപനിഷത്തിന് അയൽപ്പക്കം എന്ന പേര് കൊടുത്തിരിക്കുന്നതിനെക്കുറിച്ചിട്ട് മഹാത്മാക്കളും ആചാര്യന്മാർക്കും എല്ലാം അയൽക്കാരാണ് എല്ലാം എന്ന് സമർപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഈ ഒരു കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലേഖനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പുകമറയ്ക്കപ്പുറം കാണുന്നത്. വി.പി. ഗംഗാധരൻ സാർ പ്രശസ്തനായിട്ടുള്ള ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസർ ഡോക്ടർ ആയിട്ടുള്ള പേഷ്യൻസിനെ നോക്കുന്ന ഡോക്ടർ ആയിട്ടുള്ള വി.പി. ഗംഗാധരൻ സാർ എഴുതിയിരിക്കുന്ന പുകമറയ്ക്കപ്പുറം കാണുന്നത് എന്ന ലേഖനമാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? അയാളുടെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതലേ അയാൾ അനുഭവിച്ചിരുന്ന കുറേ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ലേ. കാരണം അയാളുടെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം തങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതും അതിലൂടെ അദ്ദേഹം അത് ഡോക്ടറോടും തുടർന്ന് തൻ്റെ ജീവിതത്തിലെ തൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള അമ്മയോടുമെല്ലാം അത് പറയുന്നതും അവരെത്രത്തോളം ദുഃഖിക്കുന്നു അതായിരിക്കും തനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് എന്നെല്ലാം പറയുന്നതാണ് പുകമറയ്ക്കപ്പുറം എന്ന് പറയുന്ന ആ ഒരു ലേഖനം. കഥയിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് മനോജ് എന്ന് പറയുന്ന ക്യാൻസർ പേഷ്യൻറ്റും പിന്നെ ഗംഗാധരൻ എന്ന് പറയുന്ന നമ്മുടെ ഡോക്ടറും ഓങ്കോളജി ഡോക്ടറും പിന്നെ മനോജിൻ്റെ അമ്മയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യവധുവുമാണ്. ഇത്രയും പേരാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് ലളിത ജീവിതം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എഴുതിയിരിക്കുന്ന ലളിത ജീവിതം എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്, അതായത് ഒരു ലേഖനമാണ് പറയുന്നത്. തുടക്കത്തിൽ സുഖജീവിതം നയിച്ചിരുന്ന ഗാന്ധിജി പിന്നീട് തനിക്ക് ഒട്ടും അതിന് കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ജീവിത ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വന്തമായി ഓരോ കാര്യവും അദ്ദേഹം ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതും ഗോഖലെ ദക്ഷിണാഫ്രിക്കയിൽ വന്നപ്പോഴുണ്ടായ ഒരു സംഭവം അദ്ദേഹം വിവരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഗോഖലെയുടെ കയ്യിൽ റാനയുടെ കൊടുത്തുവിട്ട സമ്മാനിച്ച ഒരു നേരിയത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടവൽ ഉണ്ടായിരുന്നു. അത് ചുരുങ്ങിയ കവണി താൻ തേച്ചു ശരിയാക്കി തരാമെന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ ഗോഖലേക്ക് വിശ്വാസം വന്നില്ല. അവസാനം ഗാന്ധിജി ഭംഗിയായ വസ്ത്രം തേച്ചു കൊടുക്കുകയും ചെയ്തു. ക്ഷുരകനെയും അദ്ദേഹം ഒഴിവാക്കിയിരുന്നു. പ്രിട്ടോറിയയിലായിരുന്നു സംഭവം. ഗാന്ധിജിയുടെ മുടി അദ്ദേഹം തന്നെ മുറിച്ചു കളഞ്ഞിരുന്നു. ഇന്ത്യയിലെ അക്കാലത്ത് അയിത്തക്കാരുടെ മുടി വെട്ടാൻ ഏതെങ്കിലും ക്ഷുരകൻ തുടങ്ങിയാൽ വെള്ളക്കാർ അവരുടെ കടയിൽ വരുന്നത് ഇല്ലാതാകുമായിരുന്നു. ഏതായാലും ലാളിത്യ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും ഗാന്ധിജി നടത്തിയ പരീക്ഷണങ്ങൾ ഒടുവിൽ പൂവണിഞ്ഞുവെന്ന് അദ്ദേഹം തന്നെ ഈ ഒരു ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള ഈ പൂരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കേണ്ടതാണ്. ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ചു വിടുക കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് എം ടി വാസുദേവൻ നായരുടെ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്നത്. അതായത് ഓണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന കാര്യങ്ങളും പിന്നെ അത് രണ്ട് കുടുംബക്കാരെ കുറിച്ച് പറയുന്നുണ്ട്, തെക്കൻ കേരളത്തിലുള്ളവരെ കുറിച്ചിട്ട്. അതാണ് വഞ്ഞേരിക്കാരുടെ ഓണാഘോഷത്തെക്കുറിച്ചിട്ടും പിന്നെ തനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തൻ്റെ ജീവിതത്തിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള തൻ്റെ ഓണാഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ഗൃഹാതുരത്വത്തിൻ്റെ എല്ലാ ഓർമ്മകളാണ് ഈ ഒരു ചെറുകഥയിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. വഞ്ഞേരിക്കാരോട് മത്സരിക്കാൻ തങ്ങൾക്കാവില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? അവരുടെ ഓണം എന്ന് പറയുന്നത് വളരെ കെങ്കേമമാണെന്നും 10 ദിവസത്തെ ഓണാഘോഷമാണ് ഉണ്ടാവുക എന്നും കൊയ്ത്ത് കഴിഞ്ഞാണ് ഓണാഘോഷം നടക്കുന്നത് എന്നും പക്ഷേ അവിടെ കൊയ്യാൻ വൈകിയാലും പ്രശ്നമില്ല എന്നും പത്തായങ്ങളിലൊക്കെ ധാരാളം നെല്ലുണ്ടാകും എന്നെല്ലാം പറയുന്നു. ആ കഥയിൽ അദ്ദേഹം കണ്ണാന്തളി പൂക്കളുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടും ഓണത്തിന് മാത്രം വിരിയുന്ന ആ ഒരു പൂക്കളുടെ പ്രത്യേകതകളെ കുറിച്ചിട്ടും പിന്നെ തറവാട്ടിലെ പഴയകാല ഓർമ്മകളെ കുറിച്ചിട്ടെല്ലാമാണ് ഈ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്ന ഈ ഒരു നോവലിൽ അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്ത ചാപ്റ്റർ നോക്കാം.